ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഒരു വ്ളോഗ് ചെയ്താലോ എന്ന് വിചാരിച്ചത്. യൂട്യൂബ് ചാനൽ തുടങ്ങി വെച്ചിട്ടുണ്ടെങ്കിലും പ്രത്യേകിച്ച് വ്ളോഗൊന്നും അപ്ലോഡ് ചെയ്തിട്ടില്ല. പിന്നെ ഞാൻ താമസിച്ചില്ല, വ്ളോഗ് എടുക്കാൻ സ്റ്റാർട്ട് ചെയ്തു. ഇന്നത്തെ എൻ്റെ പ്ലാൻ അടുത്തൊരു പള്ളി പോകണം എന്നുണ്ടായിരുന്നു. പിന്നെ പ്ലാൻ എയും ബിയും സിയും ഒക്കെ എങ്ങനെയൊക്കെയോ പെട്ടെന്ന് സംഭവിച്ചതാണ്. എൻ്റെ വീടിനടുത്തൊരു മാതാവിൻ്റെ പള്ളിയുണ്ട്. അവിടെ പോയാൽ മനസ്സിന് വല്ലാത്തൊരു സമാധാനം കിട്ടും. പ്രത്യേകിച്ച് സമാധാനക്കേട് ഉണ്ടായിട്ട് പോയതൊന്നുമല്ല, പ്രാർത്ഥിക്കണം, അത്ര തന്നെ. ഞാനും ഡാഡിയും സ്ലീവും കൂടെ പോവായിരുന്നത്. അപ്പോൾ സ്ലീവാണെങ്കിൽ ഓട്ടോ വന്നപ്പോഴേ ഞങ്ങൾക്ക് മുന്നേ ഓടിച്ചാടി പോവുകയാണ്. ഡാഡിക്കാണെങ്കിൽ അടുത്തുള്ളൊരു ബാങ്കിലും കൂടി പോകണമായിരുന്നു. അപ്പോൾ ആദ്യം അങ്ങോട്ട് പോയേക്കാമെന്ന് കരുതി. ഡാഡി ബാങ്കിൽ കയറിയ ടൈമിൽ ഞങ്ങൾ ഓട്ടോയിൽ ഡാഡിനെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. സ്ലീവാണെങ്കിൽ ഫുൾ ഹാപ്പിയാണ്. അവന് യാത്ര പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. എങ്ങോട്ടെങ്കിലും പോകാനാണെങ്കിൽ ആശാന് യാതൊരു തരത്തിലുള്ള വഴക്കില്ല. ആൾക്കിങ്ങനെ വെളിയിലുള്ള വണ്ടികൾ പോകുന്നതും ആൾക്കാർ പോകുന്നതൊക്കെ കാണാനും അവരോട് സംസാരിക്കാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. എത്രയെന്ന് പറഞ്ഞാൽ പിള്ളേർ ഈ വീട്ടിനകത്തൊക്കെ ഇരിക്കുന്നത്, എല്ലായിടത്തും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. അങ്ങനെ ബാങ്കിൽ നിന്ന് ഡാഡി വന്നിട്ട് ഞങ്ങൾ നേരെ പള്ളിയിലോട്ട് പോയി. ഈ പള്ളി എന്ന് പറയുന്നത് അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ളൊരു പള്ളിയാണ്. തെക്കിൻ്റെ മണർകാട് എന്നാണ് ഈ പള്ളീനെ അറിയപ്പെടുന്നത്. ഇവിടുത്തെ പള്ളിയുടെ വർക്കൊക്കെ കാണാൻ, പ്രത്യേകിച്ച് പ്രാർത്ഥനാ മുറിയുടെ വർക്കൊക്കെ കാണാൻ ഭയങ്കര രസമാണ്. അപ്പോൾ പള്ളിയിൽ നിന്ന് മെഴുകുതിരിയൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ കത്തിച്ചു. മെഴുകുതിരി കത്തിക്കുന്ന വീഡിയോ എടുക്കാൻ ഞാൻ വിട്ടുപോയി. ഞാൻ ചാനൽ തുടങ്ങിയ കാര്യം ഇടയ്ക്ക് മറക്കുന്നുണ്ടോ എന്നൊരു ഡൗട്ട്. കുറച്ച് നേരം ആ പ്രാർത്ഥനാ മുറിയിൽ ഇരുന്ന് പ്രാർത്ഥിച്ചു. ആ കാണുന്നതൊക്കെ ഓരോരുത്തർ നേർച്ച നേർന്ന് വാങ്ങി വെച്ച വിളക്കുകളാണ്. അപ്പോൾ പള്ളി ഇരിക്കുമ്പോഴാണ് കൂട്ടുകാർ വിളിച്ചിട്ട് അഞ്ചലോട്ട് വരാമോ എന്ന് ചോദിച്ചത്. അപ്പോൾ ഡാഡീനെ ഞങ്ങൾ വീട്ടിലാക്കി. അതേ ഓട്ടോയിൽ തന്നെ ഞങ്ങൾ അഞ്ചൽ പോയി. ഡ്രസ്സൊക്കെ എടുക്കണമായിരുന്നു. അങ്ങനെ പോയിട്ട് വന്നു. വൈകുന്നേരം വരെ ഉച്ചയ്ക്ക് ചോറ് കഴിച്ചതും വൈകുന്നേരം വരെ കിടന്നുറങ്ങിയതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ആ ഉറക്കത്തിൻ്റെ ചടവ് മാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഈ ഉറക്കച്ചടവ് മാറിയിട്ട് വേണം സ്ലീവ് ഇന്നത്തെ നടത്തം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇന്നും വൈകിട്ട് സ്ലീവിനൊരു നടത്തം നിർബന്ധം. വൈകിട്ടെന്നൊന്നുമില്ല, എപ്പോൾ കതവ് തുറന്ന് പുറത്തേക്ക് വിടുന്നു അപ്പോൾ ആശാൻ ഡബിൾ ഹാപ്പിയാണ്. അപ്പോഴത്തേക്ക് നാത്തും വിളിച്ചു. ചേച്ചിക്ക് ഇന്ന് ഓഫായിരുന്നു. അപ്പോൾ ചേച്ചി വീഡിയോ കോൾ ചെയ്തു, കുഞ്ഞിനെ കണ്ടു, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു. ചേച്ചി വിളിക്കുന്ന സമയത്ത് കുഞ്ഞുറക്കമായിരുന്നു. അപ്പോൾ ചേച്ചിയോട് ഞാൻ വീഡിയോയിൽ ഒക്കെ വരും എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ച് വെച്ചു. അത് കഴിഞ്ഞ് സ്ലീവ് അവൻ്റെ പതിവ് നടത്തം ആരംഭിച്ചു. അവനാണെങ്കിൽ അപ്പുറത്ത് വീട്ടിൽ 2 പിള്ളേരുണ്ട്. കണ്ണ് തെറ്റി അങ്ങോട്ട് ഓടുക എന്നുള്ളതാണ് അവൻ്റെ ഇഷ്ടവിനോദം. ഇതിൻ്റെ ഇടയിൽ ഞാൻ അവനുള്ള ഫുഡൊക്കെ കൊടുത്തു. വീട്ടിലുള്ള കോഴീനെ അരി തിന്നാൻ സമ്മതിക്കാതിരിക്കുന്നതാണ് അവൻ്റെ ഏറ്റവും വലിയ വിനോദം. വരുന്ന കോഴീനെയൊക്കെ ഓടിച്ചു വിടുക. കോഴി, പട്ടി, പശു ഇതിനോടൊക്കെ ഭയങ്കര ഒരിഷ്ടമാണ്. കുഞ്ഞായതുകൊണ്ടാണോ എന്നറിയില്ല, വളരുമ്പോൾ ഇഷ്ടമൊക്കെ പോകുമോ എന്തോ. എല്ലാ കുഞ്ഞു പിള്ളേരും പൊതുവെ ഇങ്ങനെയാണെന്ന് തോന്നുന്നു. കോഴിയോടും പട്ടിയോടും പശുവിനോടൊക്കെ ഒരു പ്രത്യേക ഇഷ്ടക്കൂടുതൽ കാണും. പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ ആൾ സുന്ദരക്കുട്ടനായി. ഇനി വീടിനകത്ത് എന്ത് കലാപരിപാടികൾ. ഇന്ന് പുറത്ത് പോയപ്പോൾ വാങ്ങിയ വടയൊക്കെ കഴിച്ച് ആശാൻ ഇരിക്കുകയാണ്. ആശാന് വട എന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ എല്ലാം ഒന്നും കഴിക്കുന്ന കൂട്ടത്തിലല്ല, പക്ഷെ ഉഴുന്ന് വടയോടൊരു പ്രത്യേക ഇഷ്ടം ആൾക്കുണ്ട്. അത് കൊടുത്താൽ ആൾ സമാധാനമായിട്ട് ഒറ്റയ്ക്ക് കഴിച്ചോളും. ബാക്കി ഫുഡൊക്കെ കഴിക്കാനാണെങ്കിൽ വലിയ പുറകേ നടക്കണം. അപ്പോഴത്തേക്ക് ഡാഡി കുളിച്ചിട്ട് വന്നു. അവന് ഇച്ചിരി പേടിയുള്ളതും എന്നാൽ ഒത്തിരി ഇഷ്ടമുള്ളതുമായിട്ടുള്ള അവൻ്റെ ഒരു ഫേവറേറ്റ് പേഴ്സണാണ് എൻ്റെ ഡാഡി എന്ന് പറയുന്നത്. എല്ലാവരും വൈകുന്നേരം കുറച്ച് നേരം കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് ഡാഡി കടയിൽ പോകുന്നതിന് മുമ്പ് കുറച്ച് നേരം കാര്യം പറഞ്ഞൊക്കെ ഇരിക്കുന്നത് എന്നും പതിവുള്ളൊരു കാര്യമാണ്. പിന്നെ വൈകുന്നേരം ആയി കഴിഞ്ഞാൽ അവൻ്റെ കളികൾ കണ്ട് വീട്ടുകാരും ഉണർന്നിരിക്കും. പിന്നെ അവന് കാണാൻ ആളുണ്ടെങ്കിൽ പിന്നെ ഭയങ്കര ഷോയാണ്. വണ്ടിയിൽ കയറും ഇറങ്ങുകയൊക്കെ ചെയ്ത് ഇങ്ങനെ കാണിച്ചുകൊണ്ടേയിരിക്കും. എല്ലാം കാണിച്ചു കഴിഞ്ഞിട്ട് ഇങ്ങനെ കൈകൊട്ടി കാണിക്കും. അപ്പോൾ അവന് ഗുഡ് ബോയ് എന്ന് പറയുന്നതൊക്കെ അവന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ വൈകുന്നേരം ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ രസമാണ്. എല്ലാവരും ഉള്ളതാണ് അവന് ഏറ്റവും ഭയങ്കര ഇഷ്ടം. ഇങ്ങനെ ആൾക്കാർ വീട്ടിലില്ലെങ്കിൽ പിന്നെ ഭയങ്കര കരച്ചിലും വഴക്കുമൊക്കെ ആയിരിക്കും. എല്ലാവരും വന്നു കഴിഞ്ഞ് ഇങ്ങനെ ചുറ്റും ഇരുന്നാൽ അവന് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ എനിക്കും അങ്ങനെ തന്നെയാണ്. എനിക്ക് ഒറ്റയ്ക്കിരിക്കുന്നത് ഒട്ടും ഇഷ്ടമല്ല. എനിക്ക് എല്ലാവരും ഇങ്ങനെ വീട്ടിൽ വേണം. പിന്നെ ഡാഡി കടയിൽ പോകാൻ ഇങ്ങനെ റെഡിയായി നിൽക്കുക. ഡാഡി കടയിൽ പോകാൻ റെഡിയായി നിൽക്കുമ്പോൾ കൂടെ പോകാൻ വേണ്ടിയിട്ട് എന്നും കൊണ്ടുപോവില്ല എന്നവൻ അറിയാമെങ്കിൽ പോലും എന്നും കൂടെ പോകാൻ വേണ്ടി ഡാഡിയുടെ പിന്നാലെ പോകും. എന്നും അങ്ങനെ ചെയ്യുന്ന അവന് ശീലമായി, കണ്ട് ഞങ്ങൾക്ക് ശീലമായി.
ഭയങ്കര രസമാണ്. ആദ്യമൊക്കെ കൊണ്ടുപോകാതിരിക്കുമ്പോൾ അവൻ കരയുമായിരുന്നു. പക്ഷെ ഇപ്പോൾ അതിനൊക്കെ അവൻ യൂസ്ഡാണ്. അവനറിയാം കൊണ്ടുപോകത്തില്ലെന്ന്. എന്നാലും ആ ഡോറിൻ്റെ അവിടം വരെ പോയി ഡാഡിനെ യാത്രയാക്കിയിട്ടൊക്കെ വരികയെന്ന് പറയുന്നത് അവന് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അഥവാ ബിരിയാണി കിട്ടിയാലോ എന്നാണ് ആശാൻ വിചാരിക്കുന്നത്. അങ്ങനെ ഡാഡിയൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത കളി എൻ്റെ കൂടെ അമ്മയുടെയും കൂടെ ഒക്കെ ആയിരിക്കും. എൻ്റെ അമ്മ എന്ന് പറയുന്നത് അവനൊപ്പം കളിക്കുമ്പോൾ അവനേക്കാളും ചെറിയ കുഞ്ഞായി പോകാറുണ്ടോ എന്ന് എനിക്ക് ചില നേരത്തെ തോന്നാറുണ്ട്. അവനും ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ അമ്മയുടെ കൂടെ കളിക്കുക എന്ന് പറയുന്നത്. എനിക്ക് ചില നേരത്തെ അത്ഭുതം തോന്നാറുണ്ട് ഇത് എൻ്റെ അമ്മ തന്നെ ആണോ എന്ന്. എൻ്റെ അമ്മയ്ക്ക് ഇത്രയും കുട്ടിത്തക്കം ഉണ്ടെന്നുള്ളത് കൊച്ചുമക്കളായതിനു ശേഷമാണ് ഞാൻ അറിയാൻ തുടങ്ങിയത്. പ്രത്യേകിച്ച് ഇവനുമായിട്ട്. കാര്യം ഇവനാണ് ജനിച്ചപ്പം മുതൽ ഇവിടെ കണ്ടിന്യൂസ് ആയിട്ടുള്ളത്. ചേട്ടൻ്റെ കുഞ്ഞാണെങ്കിൽ വളരെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. ഇടയ്ക്ക് വരും പോവും അങ്ങനെയാണല്ലോ. അപ്പം അമ്മച്ചിയായിട്ടുള്ള അവൻ്റെ കോംബോ കാണുമ്പോൾ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അവൻ വളരുന്നതിനൊപ്പം വളരുന്ന ഒരാളാണ് എൻ്റെ അമ്മ എന്ന് തോന്നിയിട്ടുണ്ട്. ആ ഒരു കുട്ടിത്തം എപ്പോഴും രണ്ടുപേരും മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് ഡാഡി കടയിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ അവൻ ഡാഡിയുടെ പിന്നാലെ ആമീൻ ആമീൻ എന്ന് പറഞ്ഞ് നടക്കാറുണ്ട്. ഡാഡി കടയിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ അവന് എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് പാട്ട് പാടി പ്രാർത്ഥിക്കുന്നത് അവന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ പറയാതെ തന്നെ അവന് കൃത്യമായിട്ട് സമയം അറിയാം. അപ്പോൾ വന്ന് ആമീൻ ആമീൻ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാനിരിക്കും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് അവനെ ഒന്ന് മൈൻഡ് ചെയ്യുക എന്ന് പറയുന്നത് അവന് ഭയങ്കര ഇഷ്ടമാണ്. അത് പ്രാർത്ഥിക്കുമ്പോഴായാലും നമ്മൾ എന്ത് ചെയ്യുമ്പോഴായാലും ഇടയ്ക്ക് ആളെ ഒന്ന് മൈൻഡ് ചെയ്യണം. ഇതൊക്കെ കഴിഞ്ഞ് ഹസ്ബൻഡ് വിളിച്ചു. ഹസ്ബൻഡിനോട് ഇങ്ങനെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഞാൻ വീഡിയോയിൽ കാണിക്കും, ഇതൊക്കെ വീഡിയോയിൽ വരും എന്ന് പറഞ്ഞത്. അപ്പോൾ ആൾ അയ്യോ വീഡിയോയിൽ കാണിക്കുമോ എന്നൊക്കെ ഉള്ളൊരു ടെൻഷനിലായിരുന്നു. അപ്പോൾ ഇന്നത്തെ ഫുൾ ഡേ ഞാൻ കിടക്കുന്നവരെ ഉറങ്ങാൻ പോകുന്നത് വരെയും കാണിക്കണമെന്നാണ് വിചാരിച്ചത്. പക്ഷേ സ്ലീവ് ഭയങ്കര അലമ്പായിരുന്നു. അപ്പോൾ ഓക്കെ ബായ്, നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം.